കേരളം വളരെ ജലാശയങ്ങൾ കൊണ്ടൊക്കെ സമൃദ്ധമാണ്. നമുക്കറിയാം, എത്ര നദികളുണ്ട്, കുളങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലും വലിയ വരൾച്ച എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് കുടിവെള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. എന്തായാലും അങ്ങനെ വരൾച്ചയുടെ പിടിയിലായ ഒരു നാടിനെ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ച് ജലസമൃദ്ധിയിലേക്ക് എത്തിച്ച ഒരു ജനപ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത്. കാട്ടാക്കട MLA ആയ IB സതീഷാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം നടത്തിയ ജലസംരക്ഷണ യജ്ഞമാണ് ആ നാട്ടിൽ വലിയ വിജയമായി മാറിയത്. ഭൂഗർഭ ജലത്തിൻ്റെയും ജലാശയങ്ങളുടെയും സംരക്ഷണത്തിനും ഒപ്പം തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. അതിന്ന് ലോക ശ്രദ്ധ നേടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാലം. പെരുങ്കുളത്ത് പ്രചാരണത്തിനെത്തിയ IB സതീഷിനോട് നാട്ടുകാർ അവരുടെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ജയിച്ചാൽ പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകി IB സതീഷ്. വോട്ടർമാർ IBയിൽ അർപ്പിച്ച വിശ്വാസം വെറുതെയായില്ല. വറ്റി വരണ്ടു കിടന്ന കുളത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ കാഴ്ച IB സതീഷിനെ ചിന്തിപ്പിച്ചു. ജലസംഭരണികളായ കുളങ്ങൾ വീണ്ടെടുക്കാനുള്ള ആശയത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. ജലാശയങ്ങളെ വീണ്ടെടുത്തു തുടങ്ങിയ പദ്ധതി കാട്ടാക്കടയെ ജലസമൃദ്ധമാക്കി. അന്ന് കുട്ടികൾ ക്രിക്കറ്റ് കളിച്ച മൈതാനം ഇന്ന് പെരുങ്കുളമാണ്. ലോക മാതൃകയാണ്. ഈ കുളമാണ് ഏകദേശം 750 ഹെക്ടറിൽ നെൽകൃഷിക്ക് വെള്ളം നൽകിയിരുന്ന കുളം. ആ കുളമാണ് വറ്റി വരണ്ടു പോയത്. ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുകയല്ലാതെ നമുക്ക് ശാശ്വതമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രകൃതിജന്യ ജലസ്രോതസ്സുകളെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും പറ്റൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനായി. നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഓടുന്ന വെള്ളത്തെ നടത്തിക്കുക, നടക്കുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരിക്കുന്ന വെള്ളത്തെ ഭൂമിക്കടിയിൽ ഉറക്കി സൂക്ഷിക്കുക. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നല്ല മഴ ലഭിക്കുന്ന നാടാണ് കേരളം. ദേശീയ ശരാശരിയേക്കാൾ മഴ കിട്ടുന്നുണ്ട്. പക്ഷെ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ വളരെ വേഗമാണ് കടലിലെത്തിത്തീരുന്നത്. അപ്പോൾ കടലിലെത്തിത്തീരുന്ന മഴവെള്ളത്തെ മണ്ണിനടിയിൽ സംരക്ഷിച്ചു വയ്ക്കുക. അത് ആബാലവൃദ്ധം ജനങ്ങളും അത് ഏറ്റെടുത്തു. കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യം കിണർ പോഷണം നടത്തിയത്. സ്കൂളിലെ മേൽക്കൂരയിൽ ഒരു വർഷം വീഴുന്ന മഴവെള്ളത്തിന്റെ കണക്കെടുത്തപ്പോൾ 7 ലക്ഷം ലിറ്ററോളം എന്ന് കണ്ടെത്തി. ഇവിടുത്തെ ജലസംഭരണം വിജയമായതോടെയാണ് പദ്ധതി വിപുലീകരിച്ചത്. ഡോക്ടർ പോൾ വാൻ മീൽ ഐക്യരാഷ്ട്രസഭയുടെ ലോക പുനർനിർമ്മാണ സെഷനിൽ ഒരു പ്രബന്ധത്തിൽ അത് പറഞ്ഞു. ഈ കാട്ടാക്കട മാതൃകയുടെ പ്രസക്തി, പ്രാധാന്യം അത് സ്കൂൾ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് എന്നുള്ളതാണ്. 2016 ഭൂഗർഭജല നിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന ഒരു പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലനിരപ്പ് ഉയർന്ന പ്രദേശമാക്കി മാറാൻ പറ്റി. നമ്മളെല്ലാം സ്കൂൾ കാലത്ത് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ: സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത്. അതെ, അതുപോലെ മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളത്തെ കരുതി വെച്ചാൽ വേനൽക്കാലത്ത് വെള്ളം കൂടി മുട്ടാതിരിക്കും എന്ന് നാട്ടുംപുറത്ത് ജനങ്ങളോട് വളരെ ഡയറക്റ്റായി, ലളിതമായി സംസാരിച്ചു. അത് ബോധ്യപ്പെട്ടു. വീണ്ടെടുത്ത ജലാശയങ്ങളോട് ചേർന്ന് കർഷക സംഘങ്ങളും സംരക്ഷണ സമിതികളും രൂപീകരിച്ചു. ഇതോടെ ജനകീയ പങ്കാളിത്തത്തിൽ ജലസമ്പന്നമായി കാട്ടാക്കട. ഇതുപോലെ 360 കുളങ്ങൾ കാട്ടാക്കട നിയോജകമണ്ഡലത്തിലാകെയുണ്ട്. ഇത്രയധികം കുളങ്ങൾ നവീകരിച്ചപ്പോൾ അതിനോട് ചേർന്നുള്ള 10,000 മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നത്തിന് കൂടിയാണ് പരിഹാരമായത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.